അസ്സലാമലൈക്കും. ഇപ്പൊ ശരിയാണോ? കട്ടുണ്ടോ? അല്ലേ? ഓക്കെ അല്ലേ? നോ എന്ന് പറഞ്ഞത് എന്ത് ഓക്കെ അല്ല? പിന്നെ അപ്പം ഓക്കെ ഓക്കെ. നിസ്കാരത്തിന് പിന്നെ ഒതെടുക്കുന്ന സമയത്ത് കാലിന്റെ നമ്മുടെ മടമ്പിന്റെ അവിടെ ചിലപ്പോ ഈ സമയത്ത് തണുപ്പൊക്കെ ഉള്ള ടൈമിലൊക്കെ വല്ലാതെ പൊട്ടൊക്കെ ഉണ്ടാവും. ഈ പൊട്ടിന്റെ ഉള്ളിലൊക്കെ വെള്ളം നന്നായിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ഉള്ളിൽ എത്തല് നിർബന്ധമാണ്. ഒലുവിന്റെ എന്താണ്, ഒലു സ്വഹിയാകണമെങ്കിൽ അവിടെയൊക്കെ വെള്ളം എത്തണം. തുറന്നു നിൽക്കണ ഏതൊക്കെ പിന്നെ ഇത് ഏത് മുറിവുകളോ പൊട്ടുകളോ ഒക്കെ കാൽമുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഉള്ളിലേക്ക് വെള്ളം ചേരൽ നിർബന്ധം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും ആ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ ബുഖാരി ഉദ്ധരിച്ച ഹദീസ് പല സ്ഥലത്തും ബുഖാരി തന്നെ ആ ഹദീസ് ആവർത്തിച്ചു വന്നിട്ടുണ്ട് എന്റെ ഓർമ്മ. വൈലുല്ലിൽ അഖാബി മിനന്നാർ, അതായത് മടമ്പ് കാലം ശ്രദ്ധിച്ചു കഴിയാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ നരകമാവുന്ന ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. അപ്പൊ അത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോ അവിടെ വെള്ളം കടക്കണം. പിന്നെ അതുപോലെ തന്നെ ചെളി ഉണ്ട് എന്നത് എന്തല്ല, പിന്നെ വുളൂനെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താവില്ല നിസ്കാരത്തിനെയോ ബാധിക്കൂല. പക്ഷെ പള്ളിയുടെ ഹുർമത്തിനെയൊക്കെ എന്ത് ചെയ്യുക, ബഹുമാനിക്കാൻ എന്ത് ചെയ്യണം, മണ്ണും ചളിയൊക്കെ ഉള്ള കാല് കൊണ്ടൊന്നും പള്ളിയിൽ കിടക്കാതിരിക്കാൻ പള്ളിയോടുള്ള ബഹുമാനവും ആദരവുമാണ്. ആ നിലക്ക് എന്ത് ചെയ്യുക, കാലെല്ലാം വൃത്തിയായി കഴുകണം. നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്തും എന്ത് ചെയ്യുക, പരമാവധി ശുദ്ധിയും വൃത്തിയും എന്ത് ചെയ്യുക, നമ്മൾ ഖുദൂ സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദ് എന്ന് പറഞ്ഞു. നമ്മളെ സീനത്ത് വസ്ത്രത്തിലായാലും ശരീരത്തിലാണെങ്കിലും ഒക്കെ അത് എവിടെ നമ്മൾ പ്രകടിപ്പിക്കണം, നിസ്കാരത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പം അത് വുളൂവിന്റെ സിഹത്തിനെ സഹിയാകുന്നതിനെ ബാധിക്കുന്ന പ്രശ്നമല്ല ചെളി എന്ന് പറഞ്ഞത്. പക്ഷെ വെള്ളം ചേരുക എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഇമ്പോർട്ടൻറ്റും പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും വിട്ടുവീഴ്ച ഇല്ലാത്ത രൂപത്തിൽ തന്നെ എന്ത് ചെയ്യും, ശ്രദ്ധിക്കണം. മടമ്പുകാല് കഴിക്കുമ്പോൾ എന്ത് ചെയ്യാം, പ്രത്യേകം ശ്രദ്ധയോടുകൂടെ എന്ത് ചെയ്യണം, അത് കഴിയണമെന്ന് നമ്മൾ എന്ത് ചെയ്യുക, നെയ്യുക എന്ന കാര്യം നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട്.